രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിക്കാരുടെ കൂടെ പോയിട്ടാണ് വരുന്നത്. അപ്പൊ അതിലൊരാള് വേഗം കഴിക്കട്ടെ, MLA കഴിച്ചിട്ട് പോട്ടെ ആദ്യം. MLA ഞങ്ങളുടെയൊക്കെ MLA ആണ്. എല്ലാരും വിളിക്കണതേ അങ്ങനെയാണ്. ഇപ്പം അവര് ഉറപ്പിച്ചു കഴിഞ്ഞു. നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സെലിബ്രിറ്റി സ്ഥാനാർത്ഥികളിൽ ഒരാളായിരുന്നു നടി അഞ്ജലി നായർ. തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ 2020 സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു അഞ്ജലി മത്സരിച്ചത്. എന്നാൽ 3ാം സ്ഥാനം കൊണ്ട് അഞ്ജലിക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു. കോൺഗ്രസിന്റെ ദീപക് ജോയാണ് തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ ജയിച്ചത്. 12,468 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 70,256 വോട്ടുകൾ കോൺഗ്രസ് നേടി. LDFിന്റെ KN ഉണ്ണികൃഷ്ണൻ 51,788 വോട്ടുകളും നേടി. അഞ്ജലി നായർക്ക് 29,471 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ അഞ്ജലിക്കെതിരെ ട്രോളുകൾ മാത്രമല്ല, വ്യാജ പ്രതികരണങ്ങളും നടക്കുന്നുണ്ട്. ഇതിൽ വ്യക്തത വരുത്തുകയാണ് താരം. MLA ആക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പലരും തന്റെ പക്കൽ നിന്നും 35 ലക്ഷം രൂപ വാങ്ങിയെന്നും അവരെയൊന്നും വെറുതെ വിടില്ല എന്ന് താൻ പറഞ്ഞതായുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്ന് അഞ്ജലി പറഞ്ഞു. ഭർത്താവിനൊപ്പമുള്ള വീഡിയോയിലൂടെയാണ് താരം പ്രതികരിച്ചത്. ജയിപ്പിച്ച് MLA ആക്കാമെന്ന് പറഞ്ഞ് പലരും പൈസ വാങ്ങി. ചിലവായത് 35 ലക്ഷം രൂപ. 3500 പോട്ട് പോലും ലഭിച്ചതുമില്ല. ഒരുത്തനെയും വെറുതെ വിടില്ല എന്ന തരത്തിലാണ് പ്രചരണം നടക്കുന്നത്. തന്റെ പേര് പോലും അഞ്ജലി മേനോൻ എന്നാണ് വാർത്തയിൽ നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ വ്യാജ പോസ്റ്റുകൾ ഇടുന്നവർ കാര്യങ്ങൾ പഠിച്ചും മനസ്സിലാക്കിയും വേണം ചെയ്യാനെന്നും താരം പറഞ്ഞു. ഈ പോസ്റ്റ് വായിച്ചപ്പോൾ കുറച്ച് കടന്നുപോയി എന്ന് ഞങ്ങൾക്കും തോന്നി. എന്തെങ്കിലും പോസ്റ്റ് ഇടുമ്പോൾ കുറച്ച് പഠിച്ചും മനസ്സിലാക്കിയും ഇടുന്നത് നിങ്ങൾക്കും നന്നായിരിക്കും. ജയിപ്പിച്ച് MLA ആക്കാമെന്ന് പറഞ്ഞ് പലരും പൈസ വാങ്ങി. ചിലവായത് 35 ലക്ഷം. 3500 വോട്ട് പോലും ലഭിച്ചില്ല. ഒരുത്തനെയും ഞാൻ വെറുതെ വിടില്ല, അഞ്ജലി മേനോൻ. ഇങ്ങനെയാണ് ഈ വ്യാജ പ്രതികരണ പോസ്റ്റിൽ പറയുന്നത്. പേര് പോലും പാളിച്ചയായി. ഈ കണക്കിട്ട സഹോദരന് ഇതെവിടെ നിന്നും കിട്ടിയെന്ന് അറിയില്ല. ഒരുത്തനെയും വെറുതെ വിടില്ല എന്നാണ് പറയുന്നത്. ഇത് ഇട്ടയാളെ മാത്രമേ ഞാൻ വെറുതെ വിടില്ല എന്ന് മനസ്സുകൊണ്ട് ഇപ്പോൾ വിചാരിക്കുന്നുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വളരെ പണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു. രാഷ്ട്രീയത്തിലൊക്കെ വരുന്നതിന് മുൻപ് പലരെയും പലപ്പോഴുമായി 35 ലക്ഷം രൂപയ്ക്ക് സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത്. അതൊന്നും തിരിച്ചു കിട്ടിയിട്ടുമില്ല. പല അഭിമുഖങ്ങളിലും അത് പറഞ്ഞിട്ടുമുണ്ട്. അത് വെച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ 35 ലക്ഷം ചിലവാക്കിയെന്നും അത് തിരിച്ചു കിട്ടിയില്ല എന്നുമൊക്കെ പറഞ്ഞ് എന്തൊക്കെ വ്യാജ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് സുഖമാണ് ഇങ്ങനെയുള്ള പരാമർശങ്ങളിലൂടെ കിട്ടുന്നത്? എല്ലാവരെയും വിളിച്ച് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വഴി ഇത് പറയുന്നത്. തോറ്റ MLA എന്തിനാണ് വീണ്ടും വന്ന് സംസാരിക്കുന്നത് എന്ന് കമന്റുകൾ വന്നേക്കാം. പക്ഷെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു പോസ്റ്റ് ഇടുമ്പോൾ തന്നെ അതേക്കുറിച്ച് പഠിച്ച് വ്യക്തത വരുത്തിയതിന് ശേഷം വേണം ഇടാൻ. ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ ഇടാൻ നിൽക്കരുത്. സിനിമ ഇല്ലാത്തത് കൊണ്ടാണ് തിരഞ്ഞെടുപ്പിൽ നിന്നത് എന്ന് ഒരുപാട് പേർ പറയുന്നത് കണ്ടു. തമിഴിലും തെലുങ്കിലും മലയാളത്തിലും സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കെ നല്ല വൃത്തിയിൽ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ് രാഷ്ട്രീയത്തിലേക്ക് വരിക എന്നത്. ജനങ്ങളെ സേവിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ വന്നത്. അതുകൊണ്ട് തന്നെ ഒരു തിരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് മാത്രം കരുതി ഒരടി പോലും പിന്നോട്ട് വെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. സത്യം മനസ്സിലാക്കി പ്രതികരിക്കാൻ ശ്രമിക്കുക. മുൻപ് പലർക്കായി താൻ നൽകിയ 35 ലക്ഷം രൂപ തിരിച്ചു കിട്ടിയില്ല എന്ന രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുൻപ് ചില അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു. ഈ കണക്കുകൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. എല്ലാവരെയും നേരിൽ കണ്ട് ബോധ്യപ്പെടുത്താൻ കഴിയില്ല. ഇതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ വഴി പ്രതികരിക്കുന്നത് എന്നും തെറ്റായ കാര്യങ്ങൾ പ്രചരിക്കുമ്പോൾ മിണ്ടാതിരിക്കാൻ കഴിയില്ല എന്നും അഞ്ജലി വ്യക്തമാക്കി. അതേസമയം തൃപ്പൂണിത്തുറയിൽ 30,000-നടുത്ത് വോട്ടുകൾ നേടാനായതിൽ അഭിമാനമുണ്ട് എന്ന് 2020 സ്ഥാനാർത്ഥിയായിരുന്ന നടി അഞ്ജലി നായർ പറയുന്നു. കോൺഗ്രസിന്റെ ദീപക് ജോയ് 18,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിന് വിജയിച്ചപ്പോൾ 29,471 വോട്ടുകൾ നേടി 3ാം സ്ഥാനത്താണ് അഞ്ജലി വന്നത്. കേരളത്തിൽ ആഞ്ഞടിച്ച് ഭരണവിരുദ്ധ തരംഗത്തിൽ മാറ്റത്തിന്റെ ശംഖുലി മുഴക്കിക്കൊണ്ട് വിടർത്തിയ 3 താമരകൾ അഭിമാനം നൽകുന്നതാണ്. ഈ അവസരത്തിൽ തൃപ്പൂണിത്തുറയിൽ NDA സ്ഥാനാർത്ഥി എന്ന നിലയിൽ 30,000-നടുത്ത് വോട്ടുകൾ നേടാനായത് എനിക്ക് കൂടുതൽ അഭിമാനം തോന്നുന്ന സന്ദർഭമാണ്. പ്രബുദ്ധരായ എല്ലാ വോട്ടർമാർക്കും എന്നെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇതിൽ നിന്നും ഊർജം കണ്ടെത്തിക്കൊണ്ട് എന്നും എപ്പോഴും ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. സ്വന്തം അഞ്ജലി നായർ. നടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. തൃപ്പൂണിത്തുറയിൽ ശക്തമായ പ്രചരണം കാഴ്ചവെച്ച അഞ്ജലി നായർ ജനങ്ങളുടെ സ്നേഹം വോട്ടായി മാറുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു.
സ്ഥലത്തെ ജനങ്ങൾ തന്നെ ഇപ്പോൾ തന്നെ MLA ആയി അംഗീകരിച്ചു കഴിഞ്ഞുവെന്ന നടിയുടെ പ്രതികരണം വലിയ രീതിയിൽ ട്രോളായി മാറിയിരുന്നു.